നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയുണ്ട്, പിന്നെ കുറച്ചും കൂടെ പ്രീമിയം റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന സാരീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 1 ലെയറൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു സഫയർ ഗ്രീൻ ടോണിൽ ഇത് കണ്ടോ, ഇതിൻ്റെ 2 ബോർഡേഴ്സിലും ഇതുപോലെ ഒരു ഗോൾഡൻ സെറിയുടെ ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബോഡിയിൽ ഇതേപോലെ ഒരു സ്റ്റോൺ വർക്ക്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു വിചിത്ര സിൽക്ക് ആ ഒരു മെറ്റീരിയലിൽ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. 1180 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കംപ്ലീറ്റ് ബോഡിയിൽ ഇതേപോലെ ഒരു സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റോൺ വർക്കില്ലേ, അതേപോലത്തെ വർക്ക്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സ്റ്റോണിൻ്റെ വർക്ക് ലോവർ ഹാഫിലാണ് വരുന്നത്. ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി, അതായത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എൻഡ് പോർഷൻ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതാണ്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു വർക്ക് വരും. എന്നിട്ട് ബോഡിയിലും ചെറുതായിട്ട് ഈ ഒരു വർക്ക് വരും കേട്ടോ. നമുക്ക് 1 ലെയറൊക്കെ ഇടണമെങ്കിൽ 1 ലെയറായിട്ട് ഇടാം. ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല നമുക്കല്ലാതെ പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ പ്ലീറ്റ് ചെയ്ത് വിടാം. ഇനി ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. സെയിം ഡിസൈനും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ഗോൾഡൻ സെറിയുടെ വർക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തേ കൂടെ അല്പം ഒരു ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ആ ഗോൾഡൻ സെറിയുടെ, ഫുൾ ഗോൾഡൻ സെറി അല്ല, അതിനകത്ത് ചെറിയൊരു ഇതിനകത്തൊരു പിങ്കിൻ്റെ ഒരു ത്രെഡും കൂടെ മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഇപ്പോൾ ഈ ബ്ലൗസൊക്കെ നമുക്ക് ഉണ്ടല്ലോ, നമുക്കിപ്പം ഈ സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോഴാണേലും ഇങ്ങനത്തെ ബ്ലൗസൊക്കെ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇതിനും പെയർ ചെയ്യാം, അല്ലാതെ ഇങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ സാരിക്ക് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു വൈൻ പേർപ്പിൾ ഷെയ്ഡിലും ഇതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരും. ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ഇതാണ് ബ്ലൗസ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന റാണി പിങ്ക് അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. അതിൻ്റെ തന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഉടുത്താലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. അടുത്തത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ബോർഡർ വർക്ക് വരുന്നത് ഇതേപോലെയാണ്. അതിൻ്റെ ബോർഡർ വർക്ക് വരുന്നത്. ബാക്കി പാറ്റേണൊക്കെ സെയിം തന്നെ, സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ ഇതേപോലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു ഈ വർക്ക് അല്ലേ. ബ്ലൗസിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990, 990. ഒരു റെഡും പിങ്കും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. അടുത്ത് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ്. റോയൽ ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡ്, സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് സഫയർ ഗ്രീൻ. അടുത്തത് വരുന്ന അതിൻ്റെ മെറൂൺ 990 ആട്ടോ. ഇത് നമുക്ക് 1 ലെയർ ഇടണമെങ്കിൽ 1 ലെയർ ഇടാം, പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ പ്ലീറ്റ് ചെയ്തിടാം. നല്ലൊരു പേർപ്പിൾ. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ഇനി അടുത്തത് വരുന്നത് കുറച്ചും കൂടെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് വരുമ്പോൾ നമുക്ക് കണ്ടോ, ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ രണ്ട് ബോർഡറും ഇതേപോലെ വർക്ക് വരും. എന്നിട്ട് ബോഡിയിലും ഇതേപോലെയുള്ള ഒരു വർക്ക് വരും. അത് വന്നിട്ട് നമുക്ക് ഇതേപോലെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഹാഫ് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയലും ഡിഫറെൻ്റ് ആട്ടോ. ഇതൊരു ചെറിയൊരു ക്രഷ്ഡ് ഫീലിൽ വന്നിരിക്കുന്ന ഒരു സിൽക്ക് മെറ്റീരിയലാണ്.
ഇപ്പോൾ 1 ലെയറായിട്ട് പെയർ ചെയ്യണമെങ്കിൽ 1 ലെയറായിട്ട് പെയർ ചെയ്യാം, അല്ല നമുക്ക് പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ പ്ലീറ്റ് ചെയ്തിടാം. ഇതിൻ്റെ കണ്ടോ അതെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ലീവിൽ കൊടുക്കാനായിട്ടും ഇതുപോലെ അതെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു മെറൂൺ 2270 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു വൈൻ മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു സാരി. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇത് കണ്ടോ ഇതേപോലെയാണ് സാരി വരുന്നത്. അതിൻ്റെ കളേഴ്സ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ്. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഒരു ക്രഷ്ഡ് ഫീലിലേക്ക് വന്ന ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രഷ്ഡ് അല്ല, പക്ഷേ ഇതിനകത്തെ കൂടെ ചെറിയ ഇങ്ങനെ ഒരു ക്രഷ്ഡ് ഫീലിലേക്ക് വരുന്ന ഒരു മെറ്റീരിയൽ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പർപ്പിൾ ടോൺ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു സഫയർ ഗ്രീനിലേക്ക് വരുന്ന ഒരു ടോൺ. സഫയർ ഗ്രീൻ. അടുത്തത് വരുന്നത് നമുക്ക് ഇത് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ, അതായത് ബോട്ടിൽ ഗ്രീൻ്റെ അത്രയും ഡാർക്കർ ഗ്രീൻ അല്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സ് വരുമ്പോൾ സിൽവറിലാണ് കേട്ടോ ബോർഡേഴ്സ് വരുന്നത്. ഇതേപോലെ സിൽവറിൽ ബോർഡേഴ്സ് വരും. സിൽവർ കളറിലുള്ള സ്റ്റോണാണ് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. 1250 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ നമുക്ക് ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെയാണ്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഇപ്പോൾ സിൽവർ കളർ ബ്ലൗസ് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം ഇതിനകത്തൊക്കെ. അടുത്തത് വരുന്നത് ഇതും നമുക്ക് ആ സിൽവർ ഷെയ്ഡിലേക്ക് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ സിൽവർ ടോണിലാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1180. അടുത്തത് വരുന്നത് ബോട്ടിൽ ഗ്രീൻ തന്നെ. ബോട്ടിൽ ഗ്രീൻ്റെ ആദ്യം കാണിച്ച ഗ്രീനിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ. 1180. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു ഗ്രീനിഷ് ടോൺ തന്നെ. ഇതൊരു മെഹന്തി ഗ്രീനിൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലേക്ക് വരും. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഈ ബോർഡറിലും ഇതേപോലെ ഒരു സിൽവർ കളറിലുള്ള സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. അതേപോലെ ബോഡിയിലും ആ ഒരു സിൽവർ കളർ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള വർക്കാണ്. ഇത് നമുക്ക് ആദ്യം കാണിച്ച പോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്കർ ഗ്രീൻ ടോണിലേക്കാട്ടോ ഇത് വരുന്നത്. ഉണ്ടോ, മെഹന്തി ഗ്രീൻ ഏകദേശം ഒരു മെഹന്തി ഗ്രീൻ്റെയൊക്കെ ഡാർക്കർ ടോൺ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1580 റേറ്റ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു സിൽവർ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് ഇതേപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ ആ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. അതിൻ്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ, കളർ ഗ്രീൻ ആണെന്നേ ഉള്ളൂ. അടുത്തത് വരുന്നത് അതിൻ്റെ മെറൂൺ ഷെയ്ഡ്. മെറൂൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്